നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും മോസ്റ്റ് റെക്കമെൻഡഡ് ചലഞ്ചിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഫുഡ് ബൈറ്റ് ചലഞ്ച് അങ്ങനെ പറയല്ലേ. നമ്മൾ ആദ്യം അത് ചെയ്തപ്പോൾ അതിപ്പോ 1 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും അടുത്തൊരു പാർട്ട് 2 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വട്ടം നമ്മൾ പല ഷേപ്പിലുള്ള പല ഫുഡ് പലതരം ഫുഡ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് റൗണ്ട് നീയാണോ ജയിച്ചേ? ഞാനാ? നീയാ? ഏറ്റവും പ്രശംസിച്ചു എന്റെ വലിയ വായാണെന്ന്. അപ്പൊ ഇന്ന് ആര് ജയിക്കും? ഇന്ന് അതുകൊണ്ട് സത്യം പറഞ്ഞ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അല്ല രാവിലെ ചപ്പാത്തിയും മീൻകറി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം ഈവനിങ് ഒരു ടൈം ആയിട്ടുണ്ട്. ഒന്നിച്ചങ്ങ് കൊടുക്കാൻ പോവാണല്ലോ. 5 റൗണ്ട് ഉണ്ട്. 5 അല്ല, നമ്മുടെ എപ്പോഴത്തെ ഫുഡ് ചലഞ്ച് പോലല്ലോ ഇത്. ഭയങ്കര വെറൈറ്റി. കാരണം നമ്മൾ എടുക്കുന്ന ഫുഡ് മൊത്തത്തിൽ കഴിക്കണം. അതാണ് ഇത്. അപ്പൊ ഈ ചലഞ്ചിനെ പറ്റി അറിയാത്തവർക്ക്, കുറഞ്ഞ ബൈറ്റിനുള്ളിൽ എടുക്കുന്ന ഫുഡ്, അത് വലിയ ക്വാണ്ടിറ്റി ആയാലും ചെറിയ ക്വാണ്ടിറ്റി ആയാലും ഏറ്റവും കുറഞ്ഞ ബൈറ്റിനുള്ളിൽ കഴിക്കുന്നവരായിരിക്കും വിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന. ബൈറ്റ് നമുക്ക് തീരുമാനിക്കാം. പറയുന്ന ബൈറ്റ് ഫുള്ള് കഴിച്ചു തീർത്തില്ല. അതെ, മൃദുല ഇപ്പൊ 5 ബൈറ്റ് പറഞ്ഞു, ഞാനിപ്പോ 3 ബൈറ്റ് പറഞ്ഞുള്ളൂ. 3 ബൈറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 5 ബൈറ്റ് പറഞ്ഞ മൃദുലയായിരിക്കും വിൻ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഗെയിമിന്റെ ഒരു. അപ്പം നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ഈ വീഡിയോയില് അമ്പുട്ടൻ ലാസ്റ്റ് ഉണർന്ന കൊണ്ടുവരാം. നല്ല ഉറക്കമാ. അതെ, ഉറക്കത്തിൽ നിന്ന് ഉണർത്തി അവ ഇവിടെ ഫുഡ് ചലഞ്ച് ബൈറ്റ് അവൻ ബൈറ്റ് ചെയ്യുന്നു. അതിൽ അവന് കൊടുക്കാനും പറ്റത്തില്ല, നമുക്ക് ഫുള്ള് തിന്നണ്ടേ. അതെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫുഡ് ഇവിടെ വരട്ടെ. യെസ്. അപ്പൊ ഗൈസ്, ഫസ്റ്റ് കറക്റ്റ് ബൈറ്റ് ചലഞ്ചില് പറ്റിയ ഐറ്റം. അപ്പോ പൊട്ടിക്കാം. അതിന് മുമ്പ് എത്ര ബൈറ്റ് എന്ന് പറയണല്ലേ? ഈ ഫുഡ് എന്ന് പറയാം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ. അപ്പൊ കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ബൈറ്റ് ചലഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, തൊണ്ടയിലൊക്കെ കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. സോ നമ്മള് ഫുഡ് ചവച്ചരച്ച് കഴിക്കാൻ പാടുള്ളൂ. അതിങ്ങനെ ബൈറ്റ് ചെയ്താൽ, നിങ്ങൾ ട്രൈ ചെയ്താൽ അങ്ങനെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഇല്ല, ഈ വട്ടം ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പൊ മൃദുല, എത്ര ബൈറ്റിനുള്ളിൽ? 3. ഞാനൊരു 4 ബൈറ്റ്. ഞാൻ 3 പറയുന്നില്ല, കാരണം ആദ്യം നമുക്ക് എങ്ങനെ ആദ്യത്തെ ഒരു ആവേശമാണ് അത്. എനിക്ക് വിശന്നിരിക്കും, അതുകൊണ്ട് 3 തീർക്കണം മൃദുല. അപ്പൊ ഓരോരുത്തർ കഴിക്കുന്നോ, ഒരാൾ ഒരു ബൈറ്റ് കഴിച്ചതിന് ശേഷം അടുത്ത ആൾ ഒരു ബൈറ്റ് കഴിക്കും. ഓക്കെ. അപ്പൊ ആദ്യത്തെ ബൈറ്റ് മൃദുല കേട്ടോ. ഇല്ല, നീ കഴിച്ചു. നല്ല ഷവർമയാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല റൊമാലിയാണേ, ഗുബൂസ് അല്ല. ഓക്കെ. കഴിയാൻ പോവാണേ. ഗണപതിയല്ലേ ഫുഡിന്റെ ആശാൻ. അപ്പൊ ഗണപതിയെ മനസ്സിൽ വിചാരിച്ചു ഇറങ്ങി പോണേ. ഓക്കെ, ജയിക്കണേ ഗൈസ്. കഴിഞ്ഞ ചലഞ്ചിലൊക്കെ ഞാൻ വിൻ ചെയ്തോണ്ടിരിക്കുക. വിട്ട് തരത്തില്ലേ? പിന്നെ ഒരു കാര്യം, കഴിക്കുമ്പോ ചിരിപ്പിക്കല്ലേ? ഇല്ല, ലീവട്ടെ. കഴിഞ്ഞിട്ടൊന്നും ചിരിക്കത്തില്ല കേട്ടോ. ഞാനും 3 പറഞ്ഞാൽ മതിയായിരുന്നു. പകുതി കൂടുതൽ കഴിച്ചു കേട്ടോ ഒറ്റ ബൈറ്റില്. ഞാൻ കുറച്ചും കൂടി താഴോട്ട് വെക്കട്ടെ, കാരണം ഇല്ല, രണ്ടുപേരും മൂകനായി പോയാൽ ശരിയാവത്തില്ല. ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാം. പെതുക്കെ ഇറങ്ങിയത് സമയമുണ്ട്. അണ്ടവാന്നൊക്കെ പറഞ്ഞാലേ പിന്നെ കുറെ ടൈം എടുത്തിട്ടോ ചവയ്ക്കാൻ. അതായത് ഇതിന്റെ റൊമാലി റൊട്ടി ഭയങ്കര ചൂയ. എനിക്ക് 4 ബൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയും കൂടെ എടുക്കുന്നില്ല. പക്ഷെ ഞാൻ 3 പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. സുഖമായിട്ട് തീർക്കും 4 ബൈറ്റൊക്കെ. ഭയങ്കര ചൂയ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മയണൈസ് ഇല്ലാതാട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ്, ആ ഒരു ജ്യൂസിനെസ് ഇല്ല. ഭയങ്കര റഫാ. അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ മൈനസ് ഇല്ലാതെ കഴിക്കാനും കൊള്ളാം. അടിപൊളി, സുഖമായിട്ട്. ഇതൊരു ബൈറ്റ്. ഇതൊക്കെ എന്താ പറയുക, കറക്റ്റ് വായിൽ കയറുന്ന ഷേപ്പിലാണ്. നമ്മൾ കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വായിൽ കൊള്ളാൻ ബുദ്ധിമുട്ടാൻ, ചവയ്ക്കാനും ബുദ്ധിമുട്ടേ മതി. ഞാൻ 3 ബൈറ്റ് പറഞ്ഞാൽ മതി. സുഖമായിട്ട് പുഷ്പം പോലെ തീർക്കാറുണ്ട്. പുഷ്പം പോലെ. എനിക്ക് എന്തോ ആദ്യം ഈ ക്വാണ്ടിറ്റി ആ സാധനത്തിലേ ഇരിക്കുന്നുണ്ടപ്പം ക്വാണ്ടിറ്റി ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. ഞാൻ ഒരു ലെവൽ വെച്ച് കഴിക്കാം. അപ്പം ഒരുപാട് എടുക്കണ്ട, കാരണം ജയിച്ചല്ലോ. അത് ഭയങ്കര മണ്ടത്തിലായി പോയി ഞാൻ കാണിച്ചത്. പക്ഷെ നല്ല ജ്യൂസി കേട്ടോ. ജ്യൂസിനെസ് ഇല്ല, ഭയങ്കര റഫാ. പക്ഷെ നല്ല ജ്യൂസി കേട്ടോ, രക്ഷയില്ല. ഫ്രണ്ട് നല്ല മസാല വന്നിട്ട് ഒരു പ്രത്യേക മസാല അല്ലേ?
നമ്മൾ ഇതുവരെ കഴിക്കാത്ത പോയി അതോടെ ശൃംഗാരം. ഇതിപ്പോ ഞാൻ റൗണ്ടിലല്ല 3 ബൈറ്റ് തീർത്തു. എന്തിനാണ് 4 പറഞ്ഞത്? അല്ല ആ പാക്കറ്റ് ഇരുന്നപ്പോഴേ കേട്ടോ വയല് അത് എടുക്കാൻ പറ്റത്തില്ല. ആ ഫുള്ളായിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ കഴിക്കട്ടെ. ഇത് പൊന്നു സൂക്ഷിച്ച്. ഓ മൈ ഗോഡ്. ഇല്ല എനിക്ക് എന്തിനാ 4 ബൈറ്റ് ഉണ്ടല്ലോ, ഞാൻ നിന്നെ കുതി കയറ്റുന്നേ. നല്ല ചൂയോ, നല്ല ടൈം എടുക്കും, ചവച്ചിറക്കിയാൽ മതി. അണ്ടവാണത്, സർട്ടിഫൈഡ് അണ്ടവ. ഈ ഞാൻ ചിരിപ്പിക്കുന്നോ, ഞാൻ അതുകൊണ്ട് കമന്റൊന്നും അടിക്കാതെ നമ്മളായിട്ട് ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് 2 വാരി ഒതുങ്ങിയാൽ സെറ്റാണ്. ഈ നടുക്ക് ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഞാൻ എന്തായാലും തോറ്റു. എന്തിനാ കഴിക്കുന്നത്? ഈ സൈഡിലാവുമ്പം കുരങ്ങനെ പോലെ കുറച്ച് എടുത്ത് കഴിക്കാം, ചവയ്ക്കാം. ആ കുരങ്ങ അങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന അതറിയില്ല. ഒരുപാട് 2 സൈഡിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് പിന്നെ എടുത്ത് തിന്നും. സുളജി ഗൈസ്, അപ്പോ ആദ്യത്തെ റൗണ്ടിൽ മൃദുല മുരുകൻ ചെയ്തിരിക്കുന്നു. പരിപാടി. പക്ഷെ ഞാൻ 3 പറഞ്ഞായിരുന്നു, മണ്ടത്തരമായിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് പറയാം. ഓക്കെ, ഇതിന്റെ ടഫ് എടുക്കാം, ടഫ്. അപ്പൊ അടുത്ത റൗണ്ട്, അടുത്ത ഫുഡ് വരട്ടെ ഗൈസ്. ആപ്പിൾ. ഒരു ജങ്ക് ഫുഡ്, ഒരു നല്ല ഫുഡ്, ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും പോലെ കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് പോലെ സെയിം സൈസ് ആണ്. ഓക്കെ, 2 അടിയൊന്നും ഉണ്ടാക്കണ്ട, നല്ല കൊച്ചുങ്ങളായിട്ട് കഴിച്ചാൽ മതി. ഇത് ടഫാ. സോ എവ്വളോ ബൈറ്റ്. നീ ക്യാമറ നോക്കാതെ ഒരാൾ പറഞ്ഞ ഒരാളെ കോപ്പി അടിച്ച് പറയാലോ. മനസ്സിലായില്ലേ? അപ്പൊ നീ ആദ്യം പറ. ഞാൻ തിരിയുന്നു. ഞാൻ പറയട്ടെ. 4 ബൈറ്റ്. സീരിയസ്ലി? അപ്പൊ ഇതിൽ ആര് കംപ്ലീറ്റ് ചെയ്യുന്ന അവര് വിൻ ചെയ്യും. ഓക്കെ, കഴിക്കാം. പക്ഷെ ഞാൻ കഴിക്കാം. ഓക്കെ, അങ്ങനെ കടിക്കരുത്. എങ്ങനെ കടിക്കണം അറിയോ? ഇവിടുന്ന് കടിച്ചെടുക്കണം. ഈ നടുക്ക് കടിച്ചിട്ട് കാര്യമില്ല, ഇവിടുന്ന് ഇങ്ങനെ കടിച്ചെടുക്കണം. നടുക്ക് ഇത് കടിച്ച് വരാൻ പാടാ അല്ലേ? എങ്ങനെ ഇത് 3 ബൈറ്റ് കൊണ്ട് എങ്ങനെ കടിച്ചെടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ ഇത് ഭയങ്കര വെള്ളം ഈ ആപ്പിളിൽ, വാട്ടർ കണ്ടന്റ് വേണ്ടി കൂടുതൽ. എനിക്ക് അങ്ങനത്തെ ആപ്പിൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിപ്പോ ആരാ മുമ്പിട്ട് നിൽക്കുന്നേ? ക്ലിയർ. ഈ 2 സെയിം ആയിട്ടാ തോന്നുന്നേ. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ ഇളകി വന്നു. 2 പേരും തോറ്റാലോ കേട്ടോ. 2 പേരും തോറ്റാ ഏറ്റവും ലാസ്റ്റ് ബൈറ്റ് വരെ ചെയ്യുന്നവര് വിൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കടിക്കുന്ന പറഞ്ഞു വരത്തില്ല അല്ലേ? നമ്മൾ ഒരു ഉദ്ദേശം വെച്ചും കടിക്കും, പക്ഷെ അത് ഫുള്ളായിട്ട് കിട്ടും. ഞാൻ എന്റെ സെക്കൻഡ് ബൈറ്റ് ഇങ്ങനെ കടിക്കുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു മോണ ഊരി തെറിച്ച് അയ്യത്തോടെ പോയെന്ന്. ഭയങ്കര രസമുണ്ട് ചാലഞ്ച്. എവിടെ പാതി കറക്റ്റ് ഹാഫ് തീർത്തിട്ടോ, ഞാൻ പാതി തീർത്തിട്ടില്ല. എന്റെ 2 ബൈറ്റ് പാതി കഴിഞ്ഞു. ഓക്കെ, കടുക്കുന്ന കടി കിട്ടുന്നില്ല മോനെ. എനിക്ക് അകത്തൂടെ കാന്തി എടുത്തില്ലേ? ഇത് 3ാമത്തെ കടിയില്ലേ? എന്റെ പള്ളി ഇങ്ങനെ വരും. ഞാൻ കാര്യം പറ്റില്ല, ഇത്ര തീർത്താ പോലെ ഇതും തീർക്കണോ? ആപ്പിൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഫിനിഷ് ആയിട്ട് തീർക്കാൻ പറ്റൂല. പറ്റും. ട്രൈ ചെയ്യാം. ഇനി ഒരു നമ്മൾ പറയുന്ന അനുസരിച്ച് ഇനി 1 കൂടെ ഉള്ളൂ.
വെപ്പുമല്ലോ വെക്കാൻ പറ്റത്തില്ല. ഒരു ആപ്പിളിട്ട് എടുത്തങ്ങോട്ട് വരുന്നില്ലടാ. വേറെ ഒരു ഫുഡ് പോലല്ല ഇത്. എന്തോ കട്ട് ചെയ്ത് ഭയങ്കര കട്ടി എന്നാ ഭയങ്കര അങ്ങ് ഭയങ്കര ജ്യൂസിയാ. ഇത് കൂടെ വരണ്ടേ? എന്റെ കടിച്ച കടി തന്നെയാണോ വീണ്ടും കടിക്കുന്നത്? സോറി, നിങ്ങൾ ഇച്ചിരി വിയേഡായിട്ട് തോന്നാം. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ ഈ അകത്ത് ഇതും കടിച്ചു കളഞ്ഞോട്ടല്ലേ കുരു ചവച്ച വൃത്തിയുടെ കഴിക്കുമ്പോ. ശരി ശരി ശരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അല്ല, അതിങ്ങനെ കടിച്ചോളാം. നടുക്കത്ത് കടിച്ചോളാം, പ്രശ്നമില്ല. നടുക്കത്ത് ഞാൻ ഇച്ചിരി കടിച്ചോളാം. ബാക്കി ഞാൻ കടിച്ച സൈസ് തന്നെ. ഇപ്പൊ 4 കംപ്ലീറ്റ് ആയി നിന്റെ. ഞാൻ എൻ്റെ എന്തുവാ 3? എൻ്റെ 3. ഏട്ടൻ ഇനി ഒന്ന് കടിച്ചാൽ 4, ഞാൻ ഇനി ഒന്ന് കടിച്ചാൽ 4. ഓ, ഏട്ടൻ ഇത്രയും വലിയ കടി കടിക്കുന്നു ഇപ്പൊ ഇത് ആദ്യമായിട്ടാ അല്ലേ? പാലൊക്കെ പറ്റില്ല, ആ വിഷയം കടിച്ചെടുക്കാം, പക്ഷെ ചവയ്ക്കാൻ പറ്റൂല. പാടുപെട്ടോ പാവം. കാരണം അടിഭാഗം ഫുള്ള് കടിച്ചങ്ങെടുത്ത്, കുറെ കുരു ഉണ്ടായിരുന്നു. അത് തിരിച്ചു കടിയില് കണ്ടോ, വെള്ളപ്പാന്തി മൊത്തം ആക്കി. ഇല്ല, സമാധാനം. ഇപ്പൊ പറയാം, 1 കിലോ 1 കിലോ തീരുന്നില്ല. ഞാൻ ഇത് എങ്ങനെ കടിക്കുമെന്ന് ആലോചിക്കുന്നത്. ഏട്ടന് ഇതിന് 1 കടി പറ്റൂല, 2 കടിയിലല്ലേ പറ്റൂ. അപ്പൊ ഏട്ടന് 6 കടിയാവും. ഞാനിത് 4ാമത്തെ കടിയാണ്. ഞാൻ ഒരു 5 കടി തീർക്കാൻ നോക്കാം. പല്ലൊക്കെ തോന്നുന്നില്ലേ? ആപ്പിൾ ഭയങ്കര പാടാണ്. നിങ്ങൾ അതായത് ഇത് 1 കിലോ പുറത്തുണ്ടോ? ഭയങ്കര വലിയ ആപ്പിള്, ഭയങ്കര വലിയ ആപ്പിൾ കേട്ടോ, ഭയങ്കര വലിയ ആപ്പിള്. അപ്പൊ അടുത്ത ട്രൈ ഈ ചെറിയ പോർഷൻ ഞാൻ വിചാരിച്ച ചേട്ടൻ കടിക്കാൻ പോകുന്നത്. ഓക്കെ, എന്റെ 4ാമത്തെ ബൈറ്റ് ആണ്. ഒരു ആപ്പിൾ പീസ് താഴെ പോയിട്ടോ, ശകലം. അത് കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഈ ആപ്പിളിനൊക്കെ ബൈറ്റ്, ഈ ആപ്പിളിനെ ബൈറ്റ് കൂടുതൽ വെക്കണോടാ, സീരിയസ് ആയിട്ട്. ഇത്രയും പറ്റത്തില്ല. അതുകൊണ്ട് 4 വെച്ചേ, പക്ഷെ എന്റെ 4 5 തീരും. ഇത് വലിയ ടഫായിട്ടോ, നല്ല ടഫാ. എനിക്ക് പല ചെറിയ ആപ്പിൾ വല്ലതും എടുത്തിട്ട് വരുന്നു. നെല്ലിക്കയുടെ അത്ര ഉള്ളതല്ലോ. പൊന്ത ആപ്പിൾ കൊണ്ട് വന്നേക്ക് ബൈറ്റ് ചലഞ്ചിന്. ഞാൻ ഒരു ബൈറ്റിന് തീർത്താലോ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. നീ കടിച്ച ഫുള്ള് തിന്നണം. ഞാൻ വിചാരിക്കുന്ന കണക്കല്ല, ആപ്പിൾ തീരൂല. ഞാൻ 5ാമത്തെ ബൈറ്റ് ചെയ്തോട്ടോ. എന്നിട്ടും ഉണ്ടല്ലേ, ഇതെന്റെ 5ാമത്തെ ബൈറ്റാ. ഈ പെണ്ണുങ്ങളെ ആണുങ്ങൾ വായക്കട്ടി വലുതാണ്. ഇതൊരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ ചോദിച്ചാ. കാരണം ഇത് എന്തോ അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണല്ലേ. ഓക്കെ, എൻ്റെ 5ാമത്തെ ബൈറ്റാണ്. 5ാമത്തെ ബൈറ്റ്. ഈ പുറകിൽ തിരിഞ്ഞ് എന്ത് ചെയ്യുന്ന അറിയിക്കുന്നത്. കുഴപ്പമില്ല, തിന്നല്ലേ. മൂട്ടിയില്ല. കിങ് കോങ് സിനിമ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൃദുല ഫിനിഷ് ചെയ്തിരിക്കുന്നു. എത്രാമത്തെ ബൈറ്റിൽ? നമ്മൾ 2 4 ബൈറ്റ് വീതം പറഞ്ഞു, പക്ഷെ തീർന്നില്ല. ഞാൻ 5ാമത്തെ ബൈറ്റ്, ഏട്ടാ ഇത് 6ാമത്തെ ബൈറ്റ്. എന്താ ഞാൻ ഫിനിഷ് ചെയ്യും. അല്ല, ഇത് ഈ സാധനം പറ്റത്തില്ല കേട്ടോ. ഇത് മാറ്റണം. ഇതെങ്ങനെ തിന്നുന്നതിൻ്റെ മൂഡ് ഭയങ്കര വലുത്. അണ്ണാക്കി പോയി 2ആയി. അല്ല, ഇത് ഒരു ബൈറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. എന്തായാലും തൊട്ട് കുഴപ്പമില്ല. 6 7 ബൈറ്റ് തീർത്താൽ മതി, പതിയെ തിന്നാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഫുഡിലോട്ട് പോവാം ഗൈസ്. ഞാൻ ഈ ബൈറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ 2 ജയിച്ചില്ലേ? 2 0. ഇനിയുള്ള 2 ഞാൻ ജയിക്കണം. 5 റൗണ്ട് അല്ലേ? എന്റെ 2 ജയിച്ചാലും ടൈറ്റാവും. 3 ജയിക്കണം നീ. അപ്പോ അടുത്ത ഫുഡ് വരട്ടെ, 3ാമത്തെ റൗണ്ട്. യെസ്. ഈ വട്ടം നമ്മള് 8 പീസ് ഉണ്ട്. 8 പീസ്. അത് ലാർജ്, പക്ഷെ തിന്നാണ് കേട്ടോ. നമ്മള് ലെയർ തിന്നായിട്ടാ വാങ്ങിയിരിക്കുന്നത്. അതെ.
വെറുതെ മാവ് തിന്നണ്ടല്ലോ. അപ്പൊ 4 പീസ് 4 പീസ് കഴിക്കണം. പപ്പാതി 4 പീസ് ചെയ്ത് എണ്ണ എടുക്കൂ. എല്ലാം ഒരേ സൈസാണ്, എല്ലാം ഒരു സൈസാ. കുഴപ്പമില്ല. 1 2 കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ടില്ലേ. 3 ചിക്കൻ ടിക്ക പീസാണ് ഗൈസ്. 4 കഴിഞ്ഞല്ലോ. അപ്പൊ ഗൈസ് ഇനി ഇത് എത്ര ബൈറ്റ് കൊണ്ട് കഴിക്കാം? 4 സ്ലൈസ് പിസ്സ എത്ര ബൈറ്റിൽ തീർക്കും? ചുരുട്ടി മറ്റേ ഓംപ്ലേറ്റ് പോലെ അടിക്കേണ്ടി വരും, അതേ നടക്കത്തുള്ളൂ. എങ്ങനെയാണേലും അല്ലെ ഓരോരോ സ്ലൈസ് ഓരോരോ ബൈറ്റ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ. ഞങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഞാൻ പറയട്ടെ ഫസ്റ്റ്. ഓക്കെ ഞാൻ പറയട്ടെ. ഞാൻ ഒരു 4 ബൈറ്റ്. ഞാനും 4 ബൈറ്റാ പറഞ്ഞു. ഇല്ല ഈ വട്ടം കട്ടയ്ക്ക്. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിങ്ങനെ ചുരുട്ടി വായിൽ നിൽക്കുവോ? അങ്ങനെ നിൽക്കത്തില്ല. നമുക്ക് പിസ്സ കഴിക്കുന്ന ആ ഷേപ്പിൽ തന്നെ കഴിക്കാം. ദൈവമേ, അപ്പൊ ഓരോ ഇത് തീർക്കണം. അതൊന്നും എനിക്ക് അറിയത്തില്ല. 4 പറഞ്ഞാൽ 4 തീർത്തോണം. കുത്തിക്കയറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. കടിച്ചെങ്കിൽ വായിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 പിസ്സ ഇങ്ങനെ വെക്കണം. 2 പിസ്സ നമ്മളിങ്ങനെ തിരിച്ചു വെച്ചാൽ പറ്റുമോ? ട്രൈ ചെയ്യാം. ഇത് ഇച്ചിരി സൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയാന്ന് പ്ലാൻ ചെയ്തത്. 2 എണ്ണം ഇരിക്കട്ടെ. 2 എണ്ണം ആദ്യം തീർക്കാം. ഓക്കെ, 2 എണ്ണം ബെഡായിട്ട് വെച്ചു കേട്ടോ. ബെഡായിട്ട് വെച്ച് വെയിറ്റ് ചെയ്യട്ടെ. എൻ്റെ ഫസ്റ്റ് വെയിറ്റ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, പൊളി ടേസ്റ്റ് ആട്ടോ. സോ രണ്ടാമത്തെ പിസ്സ കഴിക്കട്ടെ. ഈ പറഞ്ഞ 4 താഴെ തീർത്താലോ? അപ്പം ഞാൻ വിൻ ചെയ്യൂലേ? ഞാനോ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. 2 എണ്ണം ഞാനുമായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. പച്ച കുതിരട്ട് വെൽ ഡൺ മൈ ബോയ്. ഇപ്പോഴാണ് ഗെയിം സ്പിരിറ്റിൽ വന്നത്. ഇവിടെ വാട കപ്പാസിറ്റി ആയിട്ട് നിങ്ങൾ കൂട്ടി. ഇലാസ്റ്റിസിറ്റി ഗൈസ് എനിക്ക് ഇത്രയും ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷയിലും നല്ലോണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 2 എണ്ണത്തിൽ ഏതാണ്ട് തീർത്തു പാതി. ഇനി ആ 2 ബെഡായിട്ട് കഴിച്ചതിൻ്റെ കുറച്ച് പീസസ് ബാക്കിയുണ്ട്. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒറ്റ ബൈറ്റിന് ഇത്രയും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. ഒറ്റ ബൈറ്റിൽ നടക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. മാക്സിമം ട്രൈ ചെയ്. പറ്റില്ലെന്നുണ്ടെ കുഴപ്പമില്ല. കാരണം നീ 4 ബൈറ്റാ പറഞ്ഞ. 4 ബൈറ്റ് കൊണ്ട് തീർത്താലും നീ ജയിക്കും. നമ്മൾ ടൈറ്റായി ആവും. 2 പേർക്കും മാർക്ക് കിട്ടും. ഓക്കെ, ഇല്ല ഞാൻ 3 ബൈറ്റ് തീർത്ത് ഞാൻ ജയിക്കും. ജയിക്കും. അല്ല ബൈറ്റ് കുറച്ച് കഴിച്ചിട്ട് പിന്നെ മാർക്ക് ഒന്നുമില്ലെങ്കിലോ? നമുക്ക് ഈ ബെഡ് ഭയങ്കര തിന്നായതുകൊണ്ട് ഇങ്ങനെ കഴിക്കാം. ഇവിടെ കട്ടയായിരുന്നെങ്കിൽ 4 അല്ല 10 ബൈറ്റിൽ ഇത് തീരൂല. അല്ല ഇതാണ് കലോറിയും കുറവ്. ഇങ്ങനത്തെ നിങ്ങൾ പിസ്സ വാങ്ങുമ്പം ഈ മാവുള്ളത് തിന്നായിട്ടുള്ളത് അവിടെ ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്. വയറ് നിറഞ്ഞു സത്യം. ഓക്കെ, യു ക്യാൻ. ഇത് വായിൽ വെച്ചിട്ട് ചവയ്ക്കുന്ന ആരും ആലോചിക്കുമ്പോൾ തിന്നാൻ തോന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ബൈറ്റ് വയ്ക്കുന്നു. ആ ക്രിസ്പി സൗണ്ട് ഉണ്ടോ ഗൈസ്? സാറ്റിസ്ഫൈയിങ്. യു പ്രൂവ്ഡ് യുവർ അണ്ടർവാടാ. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇതൊരു ബൈറ്റ് തീർക്കണം എന്നുണ്ട്. ഈ ഇതിനകത്ത് ക്രിസ്പി ആയിട്ടുള്ള പോർഷൻ ആട്ടോ പാട് കഴിക്കാനായിട്ട് ഇല്ലേ? കഴിക്കാൻ നോക്കട്ടെ, ഒറ്റ ബൈറ്റ് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒളിഞ്ഞു കിടന്ന കഴിവ് നീ പുറത്തെടുത്ത് ഇവിടെ വെച്ച്
സമയം എടുക്കും. എങ്ങനെയാ നീ തിന്നെങ്കിൽ ആ ഷവർമ നിനക്ക് 2 ബൈറ്റ് തീർക്കായിരുന്നു. സത്യം നിങ്ങൾ 2x സ്പീഡ് കണ്ടോ? പിന്നെ വയസ്സിന് ഒരു കാര്യം പറയാം, നിങ്ങളെ ക്രിസ്പി സൗണ്ട് കേട്ടല്ലോ, ക്രിസ്പി ഒക്കെയാണ്, പക്ഷെ അത് മോണയിൽ മുറിഞ്ഞതുപോലെ കടിക്കുമ്പോൾ നമ്മളിട്ട് ചവയ്ക്കുമ്പോൾ എനിക്ക് 2 ബൈറ്റ് ഉണ്ടല്ലോ, പതിയെ തിന്നാൽ മതി. ഇനി ഏട്ടൻ ചെയ്ത പോലെ ഞാൻ ഓരോരോ പീസ് ട്രൈ ചെയ്യണം, അങ്ങനെ ട്രൈ ചെയ്യല്ലേ. ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഈ ക്രിസ്പിയാണ് പാട്. ഇതൊരു പിസയാണ് ഗൈസ്, എൻ്റെ 3ാമത്തെ ബൈറ്റ്. പാടാ, അത്യാവശ്യം സൈസ് ഉണ്ട്. ക്ലിയർ വിന്നർ. 2 എടുത്ത് ചെയ്തപ്പോഴാട്ടോ കുറച്ചും കൂടി അടിപൊളിയായ. ഗൈസ് ഞാനും 4 ബൈറ്റ് പറഞ്ഞു, ഏട്ടനും 4 ബൈറ്റ് പറഞ്ഞു, പക്ഷേ ഏട്ടൻ 3 ബൈറ്റിൽ കംപ്ലീറ്റ് തീർത്തു. പ്രൗഡ് ഓഫ് യു. അപ്പം ഞാനും 4 ബൈറ്റ് കൊണ്ട് തീർക്കും. പക്ഷെ ഇനിയിപ്പോൾ ഏട്ടൻ ജയിച്ചല്ലോ, ഞാൻ ഇത് തിന്നേണ്ട ആവശ്യമില്ലല്ലോ, വേറെ വയറ് വീർപ്പിക്കണം. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. ബാക്കി നാളെ രാവിലെ ഒരു 8 മണിക്ക് അലാറം വെച്ചിരുന്ന് കഴിച്ചാലോ? വേണ്ട, പറ്റത്തില്ല ഗൈസ്. ഇപ്പം 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 2-1. നമ്മള് അമ്പ് ഉറങ്ങുന്നോണ്ട് ഇച്ചിരി പതുക്കെയാണ്, അതിൽ ഇടയ്ക്ക് ഇപ്പം ഉണന്നു. അപ്പൊ അടുത്ത ട്രൈ ചെയ്യാം. അടുത്ത ട്രൈ ചെയ്യാം. അപ്പൊ അടുത്ത ഫുഡ് വരട്ടെ. നമ്മള് ഒരു ജങ്ക് ഫുഡ്, ഒരു ഹെൽത്തി ഫുഡ്, അങ്ങനെ ആ ഒരു പാറ്റേൺ ഇല്ല. എന്തൊരു വള്ളോ, അതുമല്ല നമ്മളെ കടക്കാര് പറ്റിച്ചത് പച്ച പപ്പായ കേട്ടോ. കുറച്ച് പഴുക്കണമായിരുന്നു. നമ്മൾ ഏകദേശം ഒരുപോലെ കട്ട് ചെയ്തേക്കുന്നത്, കറക്റ്റ് അല്ലേ? ഡേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ബൈറ്റ് പറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ പോയി എന്റെ വാ വെച്ചൊന്ന് അളന്നതാ. എന്റെ വാ എന്റെ കൈ, എനിക്ക് അളന്നുകൂടാ. ബൈറ്റ് പറഞ്ഞിട്ട് നീ അളക്കോ തിന്നോ എന്തോന്ന് വെച്ചാ ചെയ്തോ. ശരി, ഞാൻ പറയട്ടെ? ഞാൻ പറയാം, നീ തിരിഞ്ഞിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ 3 ബൈറ്റ് തീർന്നു. ഞാനും 3 പറഞ്ഞേ. ഇന്ന് നിന്റെ കോപ്പി പിടിച്ചു പറയുന്നേ. എടാ ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഇങ്ങനെ നിന്റെ കോപ്പി ആവുന്നേ. ശരി, ഓക്കെ ഗൈസ്, ആദ്യത്തെ ബൈറ്റ് കഴിക്കാൻ പോണ്. ഹൗ ഫാസ്റ്റാ? കറക്റ്റ് ഒരു യു ഷേപ്പ്. ഇതും അതുപോലെ പാടാണ്. പഴുത്ത പപ്പായ ആയിരുന്നെങ്കിൽ 2 ബൈറ്റ് മതിയായിരുന്നു. നല്ലോണം പഴുത്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, ഇച്ചിരി സോഫ്റ്റ് ഉണ്ട്. ഒരു സോഫ്റ്റും ഇല്ല. ഇതിന് പകരം മടലാണ്. ഒന്ന് ബൈറ്റ് തീർക്കോ? ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് ചെയ്യട്ടെ. ഇതിപ്പോ എത്ര ബൈറ്റ് ആയി? ഇതിനും പേര് എന്റെതാ. ഇവിടത്തെ സാധനം ഷേപ്പ് ചെയ്തെടുത്ത് കേട്ടോ. ഞാൻ ഇതിന്റെ ലെവലിൽ ഓടിച്ചോട്ടെ പ്ലീസ്. എന്ത് പപ്പായ നീ ഇങ്ങനെ ഓടിച്ചിട്ട് ഇവിടെ വെച്ചോട്ടെ? പറ്റൂല, ഒന്നിനും അനുവദിക്കുന്നില്ല. പിസയൊക്കെ ആണെങ്കിൽ ഒന്ന് മടക്കാം, ഫോൾഡ് ചെയ്യാമായിരുന്നു. അത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. വേണ്ട, ബ്രേക്ക് ആയപ്പോയാൽ ഫളോണേ. ആ ഒരു പീസ് നീ പിന്നെ ലാസ്റ്റ് തിന്ന് തീർക്കേണ്ടി വരും. ബ്രേക്ക് ചെയ്ത് ഇവിടെ തന്നെ വെക്കാമല്ലോ. അപ്പോൾ പിന്നെ എന്തോടെ ബൈറ്റാണ്? അത് അരിഞ്ഞ് ഓരോന്നെടുത്ത് തിന്നാൽ പോരെ. ബൈറ്റ് ഈസ് ബൈറ്റ്. ഫസ്റ്റ് ബൈറ്റ് തീർത്തെ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഒരു 2 ദിവസം കൂടെ കഴിയുന്നെങ്കിൽ പൊളി പപ്പായ. ശരി, ഒരു സൈഡും കടിച്ചിട്ട് അടുത്ത സൈഡ് കടിച്ചിട്ട് വായിന്ന് എടുത്തിട്ട് പിന്നെ കടിക്കുമല്ലേ. ഫൗൾ. നമ്മൾ കുത്തിക്കയറ്റാൻ റൂളാണ്. ഇപ്പോൾ ഒരിടത്തു നിന്ന് കടിച്ച് ഒതുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരിടത്ത് കടിച്ചിട്ട് പിന്നെ എടുത്ത് മാറ്റി അപ്പുറത്ത് കടിക്കുന്ന ഫൗളാണ്. നിങ്ങൾ കണ്ടല്ലോ, അതാണ് ഫൗൾ എന്ന് പറഞ്ഞത്. ഒന്ന് കടിച്ചെടുത്തിട്ട് ഇങ്ങനെ കടിക്കുന്ന ഫൗളാണ്. ഇങ്ങനെ ഇതോടെ വെച്ചെന്നാണെങ്കിൽ ഓക്കെ. 2 ബൈറ്റായി. 2 ബൈറ്റായേ, കാരണം നടുക്കൊരു ഉദിച്ച് നിപ്പോണ്ടാ. നീ ഇവിടെ കഴിച്ചിട്ട് പിന്നെ അവിടെ കടിച്ചു, അപ്പം നടുക്ക് താരി കടിക്കും. വേറെ ഉണ്ട് ഈ കുരു കഴിക്കുന്ന. ഓക്കെ, നമ്മൾ കന്നാലിയ മടല് വെട്ടി തിന്നായി. എന്തൊരു മടല്, എന്തു പറ്റി? ഞാൻ ഇതെങ്ങനെ ഒരു ബൈറ്റ് തീർക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. എപ്പോഴാ
വേറെ ഒന്നുമല്ല, ഈ ഫുഡിന് ജ്യൂസി ആയിട്ട് വെള്ളം ഒഴിക്കണം. ബേബി കാണുമ്പോൾ നിങ്ങൾക്ക് വെള്ളം തോന്നും. ഒടിഞ്ഞ ഫോളാണ്, ഫോൾഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ, ഒടിയുന്നില്ല. ഏട്ടൻ്റെ മൂന്നാമത്തെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കഴിക്കണോ? അതായത് ഇത് ഭയങ്കര മടല, ഇത് എങ്ങനെ കഴിക്കാനാ? തന്നത് മൊത്തം കഴിക്കണം. കഴിക്കും. ഞാൻ ഒടിച്ചില്ലല്ലോ. ഇതൊന്നും മാറ്റി ഞാൻ ജയിക്കും. പറഞ്ഞ കാര്യമില്ല. അപ്പൊ രണ്ടുപേരും 4 ബൈറ്റിലാക്കിയിട്ട് ടൈറ്റ് ആക്കി പോയിന്റ് എടുത്ത് ജയിക്കാനുള്ള പരിപാടിയാണ്. ഗൈസ്, ഇതിന്റെ 2 ബൈറ്റേ ആയുള്ളൂ. മൂന്നാമത്തെ ബൈറ്റ് ഞാൻ കടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനോ? ഏട്ടൻ 3 ബൈറ്റ് കടിച്ചു തോന്നുന്നു. 2 ബൈറ്റേ കടിച്ചോളൂ. ഉറപ്പാണോ? അപ്പൊ മൂന്നാമത്തെ കടി അത് ഇനി ഒന്നേ കടിച്ചോളൂ. നീ കടിച്ചതേ ഇല്ല, ഞാനാ തിന്നത്. എന്റെ ബൈക്കാണെങ്കിൽ എനിക്ക് ഒരു വൈറ്റ് തീർക്കണം ഗൈസ്. ഇതൊരു വൈറ്റിലോ? നമ്മൾ രണ്ടുപേരും 3 വർഷം 3 നടക്കൂല, കാരണം കുറച്ച് പഴത്തെ അല്ല. മതി 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 മതി. വായിൽ വെച്ച് എടാ ഞാൻ പറയുന്നു. ചിരിപ്പിക്കത്തില്ല. പപ്പായ ഫേഷ്യൽ വേണോ? നമ്മൾ കടിച്ച് എടുത്തിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. ഇത് കടിച്ച് ചവച്ചരച്ചിട്ട് അടുത്തോട്ട് കടിക്കാൻ നിന്നാ അത് ഭയങ്കര ഫൗളാ. ചിരിക്കുകയും ചെയ്താ അതെന്താന്നറിയോ? കള്ളക്കളിയെ ഇത് കടിച്ച് അവിടെ വെച്ച് തന്നെ ചവയ്ക്കോ, ബാക്കി ചവച്ചിറക്കിയിട്ട്. ഇത് സംഭവം അറിയാമോ? ഒന്ന് ചവച്ച ഇത് ഫിക്സാ, കാരണം വെള്ളമല്ലേ, വാട്ടർ കണ്ടന്റ് അല്ലേ കൂടുതല്. ഒന്ന് കടിച്ചെടുക്കുന്നോണ്ട് പ്രശ്നമില്ല. ചിക്കനോ പോലെ നമ്മളെ തൊണ്ടയിൽ അങ്ങനെ കുരുക്കാനുള്ള ചാൻസ്. പക്ഷെ അങ്ങനെ ഷവർമയൊന്നും ഇത് കടിച്ചു കഴിഞ്ഞാൽ സാധനം വാട്ടർ കണ്ടന്റ് അങ്ങ് അരഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കേ, മതി മതി. കേട്ടാ, ചവക്ക എളുപ്പമാ. പിന്നെ ഈ മടൽ കണക്കത്തെ സാധനമേ ഉള്ളൂ. മൃദുലേ, ഇനി ലാസ്റ്റ് കടിയാണേ. 3 കഴിഞ്ഞു കേട്ടോ. 4-ൽ ഇത് തീർക്കണം കേട്ടോ. കേട്ടോ, ഞാൻ ഇത് തീർത്തോളാം. അതെ, എനിക്ക് ഇതും കൂടി ഉള്ളൂ കേട്ടോ. നാല് തീർക്കണേ. കഴിക്കാൻ പറ്റില്ല, ഒറ്റ കഴിച്ച് തീർക്കണം. ഞാൻ അടിയുണ്ടാകും, ഞാൻ സൂക്ഷ്മമായി നോക്കും. ഇനിയിപ്പോ 2 പീസെടുത്ത് വരട്ടെ. അത് കഴിക്കുമ്പോൾ ഒടിഞ്ഞ വേണ്ടി കിട്ടണോ? ഇനി ഒടിച്ചോ? ഇല്ല, ഞാൻ 4 ബൈറ്റ് തീർത്തില്ലേ ഏട്ടൻ ജയിക്കും. എനിക്ക് ഇനി അടുത്ത റൗണ്ട് ഉണ്ടല്ലോ ജയിക്കാൻ. നമ്മളിപ്പോ കേറി വന്ന കേട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും. നിർണായക ഇപ്പോഴത്തെ ഗെയിം എല്ലാം അങ്ങനെ കേട്ടോ. ടൈറ്റ് ചെയ്യാൻ ലാസ്റ്റ് റൗണ്ട് നിർണായക. ലാസ്റ്റ് റൗണ്ട് ആണ്. ലാസ്റ്റ് പറ്റിച്ച് ഫസ്റ്റ് കൊടുക്കട്ടെ വായിക്ക്. കടിച്ചിട്ട് പിന്നെ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. കടിച്ച് അവിടെ നിർത്തണം. കടിച്ച് കുത്തിക്കയറ്റാം, ചവച്ചിറക്കിയിട്ട് പിന്നെ കയറ്റാതിരുന്നാൽ മതി. നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യണ്ട. സ്നേഹം കൊണ്ട് ഇത് ജയിക്കാൻ വേണ്ടി പറയാറില്ല. സ്നേഹം കൊണ്ട് പറയാം. എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ഒന്നും വിട്ടുന്നില്ല. ഓക്കെ, സ്നേഹം കൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക ഒന്നുകൂടി. അടച്ചിരിപ്പിച്ച പറ്റൂലട്ടാ. കണ്ടോ, ഇപ്പൊ കടിച്ചു വെച്ചു. അത് ഞാൻ കടിച്ചോളാം. മതി മതി മതി, പറ്റത്തില്ല. മതി 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 മതി. അതെന്തിനാ ഇതെന്തോപ്പം കാണിക്കുന്നേ കൈസ്? ഇതെന്തോപ്പം കാണിക്കുന്നത് കൈസ്? മൃദുലേ, ഇതെന്ത് റോങ് ആണിത്. ഭയങ്കര റോങ്ങാ, സീരിയസ്ലി റോങ്ങാ. ഇത് റോങ്ങാ, ഇത് റോങ് ആണ്. ഇപ്പൊ കാണിച്ചെന്തോ? ഇതല്ലേ ഞാൻ നേരത്തെ കാണിച്ചേ. ഞാൻ ഒന്നും പറയുന്നില്ല കൈസ്, ഇത് റോങ് അല്ലേ കൈസ്? ഞാൻ പോയിന്റ് തരത്തില്ല, ഞാൻ പോയിന്റ് തരത്തില്ല. ഇങ്ങനെ ഷിപ്പിന്റെ ആകൃതി ഇരുന്ന ഒരു പീസ് പൂള് തന്നിട്ടിരിക്കുന്ന ഇരിപ്പട്ടില്ലേ, എങ്ങനെ പോയത്? ഒരു മര്യാദ വേണ്ടേ? എനിക്കറിയാ റോങ്ങാ. ചവച്ച കഴിച്ചത് നിങ്ങൾ കണ്ടാണല്ലോ. ഞാൻ ഇങ്ങനെ ഒന്നും ചവച്ചില്ല. അവൾ പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തിയായിരുന്നു കേട്ടോ. സീരിയസ്ലി ഉള്ള കുറവാണല്ലോ. ഓക്കെ, ഇല്ല പെതുക്കെ മതി. കഴിച്ചിട്ട് ഞാൻ ചവച്ചില്ല. ന്യായീകരണം, ഓഫ് കോഴ്സ്, യൂഷ്വൽ ന്യായീകരണം.
ഞാൻ എന്റെ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്യണ്ടേ, അതിന് വേറെ ആരും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. അല്ല അത് പിന്നെ അവനോനല്ലേ ഉള്ളൂ. ദിസ് ഈസ് ബൈറ്റ് ചലഞ്ച്. നമുക്ക് കുത്തി കെട്ടാൻ പറ്റും. ഇപ്പോൾ ഒരു കടി കടിച്ചിട്ട് പിന്നെ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വായിൽ വെച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് കുത്തി കയറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് വായിൽ വെച്ചുകൊണ്ട് തന്നെ കുത്തി 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 കയറ്റിയതാണ്. അതായത് ഒരു കടി ഒരിടത്ത് കടിച്ചിട്ട് പിന്നെ എടുത്തിട്ട് അടുത്തടുത്ത് കടിച്ചതല്ല. പിന്നെ ബൈറ്റ് ബൈറ്റ് ബൈറ്റാണ് എടുത്തത്. ഏട്ടൻ എന്താ ചെയ്യുന്നറിയോ, ഒരു ബൈറ്റ് എടുത്തിട്ട് ബാക്കി വായിലിരിക്കുന്നത് ചവച്ചു, എന്നിട്ട് അടുത്തത് ബൈറ്റ് ചെയ്തു. ഞാൻ അങ്ങനെയല്ല, ബൈറ്റ് 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 ആയിട്ട് വായിൽ കുത്തി കയറ്റി. അത് ഫൗളാണെങ്കിൽ നിങ്ങൾ പറയാം. എന്തായാലും ഇപ്പോൾ ടൈറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് മാർക്ക് വേണ്ട. ഇല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചവച്ചരിച്ചല്ലേ പോയിന്റ് കൊടുത്തൊക്കെ കൊണ്ട് ജീവിക്കട്ടെ. എടാ നിന്റെ കൂടെ ജീവിക്കുന്നേ പൊടി ആളും പൊളി കളിച്ചിട്ട് ക്ലിയർ വേണേ സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു വിടും. അതാണ് ബൈറ്റ് ചലഞ്ച്, അതാണ് ബൈറ്റ് ചലഞ്ച്, അല്ലാതെ ഇതല്ല ബൈറ്റ് ചലഞ്ച്. ഓക്കെ, അപ്പോൾ അടുത്ത ഫുഡ് വരട്ടെ. എന്തോ വിഷമോ, കഷ്ടപ്പെട്ട് തിന്നിട്ട് ജയിക്കാൻ പറ്റാതെ തന്നെയാണോ? പിന്നെ ആളും പൊളി കാണിച്ചു. ലാസ്റ്റ് അറ്റത്തുള്ള ഒരു മടൽ പോലത്തെ സാധനം ഞാൻ ചോദിച്ചിറക്കിയത്. അപ്പോൾ ഗൈസ് അടുത്ത ഫുഡ് വരട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം വന്നിരിക്കുന്നത് ഷവായി. ഇത് ഞാൻ പൊളിക്കും. ലാസ്റ്റ് റൗണ്ട് ആണ്. കഴിഞ്ഞ റൗണ്ടില് പോയിന്റ് ടൈറ്റ് ആയി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് യഥാർത്ഥ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളേ ഉള്ളൂ. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ എനിക്ക് വേണ്ടി സംസാരിക്കും. പതപ്പിച്ച് ചാക്കിലാറ്റും. ചാക്കിലാറ്റുന്നു? ആരെ ആറ്റുന്നു? കേറ്റുവാ. നിങ്ങളേ ഉള്ളൂ എനിക്ക്. അപ്പം ഗൈസ് കഴിഞ്ഞ വട്ടം ടൈറ്റ് ആയി ആയതുകൊണ്ട് തന്നെ പോയിന്റ് നില ഇപ്പോൾ 3-2. സോ ഇത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിച്ചു. അപ്പൊ രണ്ടുപേർക്ക് ഈക്വൽ പോയിന്റ് കിട്ടി. ഇതിൽ നീ ജയിച്ചാൽ ടൈറ്റ് ആവത്തേ ഉള്ളൂ, ഞാൻ ജയിച്ചാൽ ഞാൻ വിൻ ചെയ്യും. ഓക്കെ, നീ എത്ര ബൈറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറ. പിന്നെ ഞാൻ ഒരു കാര്യം പറ്റും, ഇതിനകത്ത് എല്ലുണ്ട്. സോ അതിനൊരു കൺസിഡറേഷൻ തരണം. ആ എല്ല് അപ്പം പിന്നെ അടി ഉണ്ടാക്കരുത്. എല്ല് ഊരുമ്പം അഡ്ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഊരേണ്ടി വരും. അല്ല, നമ്മൾ രണ്ടുപേരും എടുത്തേക്കുന്ന ബ്രസ്റ്റ്. ഞാൻ ഒരു കാര്യം പറ്റേ, ഈ ഇതങ്ങ് മാറ്റാൻ വല്ല വഴിയുണ്ടോ? ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് മൊത്തം എല്ലാണ്, മനസ്സിലല്ലേ? ഈ പീസ് മാറ്റിയാ നമുക്ക് ബാക്കിയൊക്കെ കഴിക്കാം. ആ പീസായിട്ട് എല്ല് മാത്രമായിട്ട് ഉരിഞ്ഞിടാം, മാംസം അവിടെ തന്നെ വെച്ചേരെ. അങ്ങനെ ഉരിഞ്ഞെടുത്ത് ഞാൻ അങ്ങനെ അതിന്റെ അതൊന്നും ഉരിഞ്ഞെടുത്തില്ലേ? ഇത് എല്ല് ഞാൻ മൊത്തത്തിൽ ഊരി. ഇതിനകത്തിരിക്കുന്ന ഈ എല്ലൊക്കെ ഞാൻ ഊരാം. എല്ല് മാറ്റട്ടെ, പിന്നെ കുഴപ്പമില്ല. അതെന്താ അറിയോ, വേസ്റ്റ് കുറവ് വന്നാൽ മതി. ഓക്കെ, എല്ല് ഊരി എടുത്തു. അപ്പം ഈ ഒരു പോർഷൻ ആണ് കഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ ആണോ ഇച്ചിരി സൈസ് വലുത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചിക്കനടുത്ത് ഇനി പറയാൻ പറ്റുമോ? ഒരു സൈസ് അനുസരിച്ച് ഞാൻ നീ പറ. ചിക്കൻ ചൂയാണ്, വായിക്കത്തിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് പാടുപെടും. ഈ സ്കിൻ മാറ്റിക്കോട്ടെ, ഓരോരോ ആവശ്യങ്ങൾ വരും. സ്കിൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നീ സ്കിൻ മാറ്റിക്കോ. എനിക്കിഷ്ടം. അതുപോലെ സ്കിന്നകത്ത് കറുപ്പ് ഇതുണ്ട്, കരിഞ്ഞതുണ്ട്. അതുകൊണ്ട് കരിഞ്ഞ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. ഒരു ഇതിനെന്തോ സ്കിന്നിനെന്തോ ഒരു കട്ടിയുണ്ടെന്ന ശകലം പോലും കട്ടിയില്ല. ഓക്കെ, ചെറിയ ചിക്കൻ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ആണ്ടോ എടാ എല്ല് നിനക്ക് എല്ലാം അങ്ങ് ഉരിഞ്ഞിട്ട്. എടാ എല്ലുണ്ടടാ, അതാണ്ടാ ഇത് തൊണ്ടേ കൊടുക്കത്തില്ല. അതവിടെ കടിച്ചിട്ട് എല്ല് കളഞ്ഞാൽ വായിൽ വെച്ചിട്ട് എല്ല് ഉരിഞ്ഞെടുത്താൽ. ശരി. ഓക്കെ, ഒരു വിധത്തിൽ അല്ല, ഇത് ഞാനും അതുപോലാണല്ലോ തിന്നണ്ടേ. ശരി കടിക്കണേ എന്ന് പറഞ്ഞേക്കല്ലേ. ഒരു കടിയിൽ തീർക്കാനും തോന്നിയിട്ടത്. ചിക്കൻ ചൂയാണ്, അണ്ണാക്കിലൊക്കെ ഒട്ടിപ്പിടിക്കും. പതിയെ ചവച്ചരച്ചാൽ മതി, ടൈം പിടിക്കും. എനിക്ക് ആസ്വദിച്ച് തിന്നാം. പതിയെ തിന്നാം പറ്റുമല്ലോ, ഞാൻ കടിക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാനൊരു 4 അവിടെ പറഞ്ഞു. 3 തീരുമായിരുന്നു, കുഴപ്പമില്ല. എൻ്റെ ഇച്ചിരി സൈസ് ഉണ്ട്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ബൈറ്റ്.
നമ്മളെ ബ്രസ്റ്റ് പീസിന് ഉള്ളിലൊരു മുളകുണ്ട്, പച്ചമുളക് ഭരിച്ചാൽ നിങ്ങൾ കഴിച്ചപ്പോൾ വേണോ ഞാൻ വാങ്ങിച്ചതന്നെ ഉണ്ടമുളക്. ഞാൻ പറഞ്ഞു എല്ലാം എല്ലിലല്ല, മാംസത്തിൽ എല്ലറ ഇന്നാണോ ഈ ഗ്യാപ്പിലാകുന്നു. അയ്യോ 4 കടി പറഞ്ഞ കാര്യമില്ലാതെ ഞാനും ഇത് തിന്നേണ്ടി വന്നേ. ആ മുളക് വേണേൽ എത്തിപ്പിച്ചോ? അരച്ചല്ലേ എരിഞ്ഞിട്ട് വയ്യ. ചിക്കൻ്റെ കൂടെ നല്ല ഫ്ലേവറായി, പെരിപ്പരി ചിക്കനായല്ലോ. ഇഷ്ടപ്പെട്ട ഫുഡാ, എരിഞ്ഞ് തിന്നണം. ഓക്കെ ആയോ? ഇത് ഗൈസ് പച്ചമുളകാണെങ്കിൽ പിന്നെയും വേണ്ടല്ലോ, ഉണ്ടമുളക്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഈ ഷവായിയുടെ കൂടി ഈ മുളക് കുത്തിക്കരുത്. എല്ലാ പീസിലല്ലേ ഈ ബ്രസ്റ്റ് പീസ്, പക്ഷെ അത് നല്ല ഫ്ലേവറാ, അല്ലാതെ ആ മുളക് ഭയങ്കര എരിവായിരിക്കും. തിന്നാണെങ്കിൽ നല്ല ഫ്ലേവറാണ്. ഈ കുത്തി കയറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഫുഡിന്റെ ആ ഒരു രൂപമേ മാറും. എനിക്ക് സമയം വേണം കേട്ടോ കഴിക്കാനേ. ഭയങ്കര എരി, ഇവിടെ എല്ലാം എരിയുന്നു. ഞാൻ അടുത്ത കടിക്കാം. നിന്റെ അതിനകത്ത് ഈ സൈസ് ഉണ്ടല്ലേ. ഏട്ടന് ഇനി ഒരു ബൈറ്റും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കിനി 3 ബൈറ്റും കൂടെ ഉണ്ട്. അപ്പം ഞാനിത് പതിയെ കടിക്കാം. എൻ്റെ സെക്കൻഡ് ബൈറ്റ് ആണേ, ആസ്വദിച്ച് തിന്ന. പക്ഷെ മുതൽ നിന്നെ ഞാൻ ജയിക്കാൻ അതെൻ്റെ ഒരു വാശിയായിരുന്നു. ചിക്കനാണോ ടഫ്? ബാക്കി എല്ലാം എളുപ്പമാണ്. ചിക്കനാണ് ടഫ്. ചിക്കൻ വന്നത് ബ്രസ്റ്റ് പീസ് ഭയങ്കര ചൂയാണ്. പക്ഷെ നമ്മൾ നല്ലോണം ഗെയിം കളിച്ചു കേട്ടോ. സംസാരം കുറവായിരിക്കും ചാലഞ്ചിൽ, പക്ഷെ ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ മാക്സിമം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാലഞ്ചിൽ. എനിക്ക് മറ്റേ ബൈറ്റ് ചാലഞ്ചിനെക്കാട്ടി ബെറ്റർ ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ. നൈസായിരുന്നു നൈസ്. പക്ഷെ എനിക്ക് എൻ്റെ വായി നെരി മാത്രം മാറുന്നില്ല. ഇതിൽ ജോളോച്ചിപ്പ് കഴിച്ചാൽ കൈപ്പോയി. അയ്യോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. അയ്യോ നല്ല ചാലഞ്ചായിരുന്നേ. സോ മൈ ഫൈനൽ ബൈറ്റ്. ഓക്കെ, കേറി വന്നല്ലോ. പപ്പായ തൊട്ടിങ്ങോട്ട് ഷവർമ്മ എനിക്ക് ജയിക്കായിരുന്നു. അതിനും കൂടി ഞാൻ ടൈ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ വിജയിച്ച ഈ ചലഞ്ചിൽ. ഏട്ടൻ ആദ്യം ഭയങ്കര സ്ലോ ആണ്. ഏത് ഫുഡിലാണ് കയറുന്നത്? പിസ്സയിലാണ് കയറുന്നത്. പിസ്സ, പപ്പായ, ഷവായി കയറി വന്നു. ഞാൻ മണ്ടത്തരം. ഞാൻ ആ ഷവർമ്മ എനിക്ക് സുഖമായിട്ട് പിടിക്കായിരുന്നു, ഈസി ആയിരുന്നു ഇല്ലേ. ടൈ ബ്രേക്ക് എന്തെയും ബ്രേക്ക് ചെയ്യണ്ടല്ലേ, കാരണം ഇനി വൈകിട്ട് സ്ഥലമില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, 2 ടൈറ്റായി വിജയ്, 2 പേരും വിജയ് ഈ ചലഞ്ചിൽ. കാരണം ഓപ്ഷൻ ഉണ്ടല്ലോ, കാരണം എനിക്കിനി ഒരു ഫുഡും പോകത്തില്ല. കാരണം ഇത് നമ്മൾ ഫുഡ് ചാലഞ്ച് മുഴുവൻ കഴിക്കുമല്ലേ. കാരണം ഇതൊരു ഫുഡ് ചാലഞ്ചും കൂടിയാണ്. അതായത് ഒരു ക്വാണ്ടിറ്റി ഫുഡ് എടുത്ത് കഴിക്കുന്ന കണക്ക് തന്നെയാണ് അത്. ബൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫുഡ് ചാലഞ്ചുകൾ ടഫാണ്, കാരണം ഇത്ര ബൈറ്റിനുള്ളിൽ കഴിക്കണമെന്നല്ലേ, മത്സരമല്ലേ. അയ്യോ, അപ്പോൾ ഏട്ടൻ വിൻ ചെയ്ത് ഞാനിനി പതിയെ പിച്ചയൊക്കെ തിന്നാ പോരെ. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയാണ് തൊണ്ടയ്ക്ക് വരും. പക്ഷെ നമ്മൾ ചവച്ചരച്ച് കഴിക്കും പതിയെ. ഏത് ഫുഡ് ആണെങ്കിലും ചവച്ചരച്ച്, വായി അത്രയും കൊള്ളും. നമ്മൾ പൗസ് ചെയ്യും വീഡിയോ, നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചവച്ച് പതുക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിൽ വെച്ചോണ്ട് കാര്യം പറഞ്ഞപ്പം അപ്പൊ ആ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. നമ്മൾ പതുക്കെ ചവച്ച് അങ്ങനെ ഇറക്കത്തില്ല. ഇറക്കുമ്പോഴേ പറയാം, ചവച്ചരച്ച് കഴിച്ച ഫുഡ് കുഴപ്പമില്ല. പയ്യെ തിന്നാൻ എന്തോ ടേസ്റ്റ് ആയിട്ടാ. നല്ല ഷവായ കേട്ടോ. ഇത് നമ്മളെ ഷവായിൽ ചലഞ്ചിൽ വിൻ ചെയ്ത ആ ഹോട്ടലിലെ ഷവായ അല്ല, സെക്കൻഡ് പ്രൈസ് കിട്ടിയത് മറ്റൊരു തിരക്കായിരുന്നു. ഓക്കെ ഗൈസ്, സോ ഈ ഒരു ചലഞ്ചിൽ 2 പേരും വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പൊളിടാ. ഇനി ഒരു ബൈറ്റ് ചലഞ്ച് വെച്ചാൽ ഏട്ടനായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത്രയുള്ള ഗൈസ്, ഈ ഒരു ചലഞ്ചും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ഒരു ഫുൾ ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിൽ ഒരു ബൈറ്റ് ചലഞ്ച് ചെയ്യാം. ഫുൾ ഹെൽത്തി ഫുഡ് ബൈറ്റ് ചലഞ്ച് അല്ലേ? അല്ലേ, നമുക്ക് അതൊരു ട്രൈ ചെയ്യാം. അപ്പൊ അതിനകത്ത് വേണ്ട ഫുഡൊക്കെ ഏതൊക്കെയാണെന്ന്, പല ഷേപ്പിലുള്ള ഫുഡ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. വെറൈറ്റി നമ്മൾ ഇതുവരെ കഴിക്കാത്തത്, അത് പപ്പായ, ആപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ വേറെ. അപ്പൊ അതിലുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റെഡി കാണുന്നവരെ ബൈ. മിക്കറി ബ്ലൂം പറയുമ്പോൾ ഉണരുവാണ് ഒരാള്. അയ്യോ, എനിക്ക് നാളെ ഫാസ്റ്റിംഗ് ചെയ്യാം കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഫുൾ ഫാസ്റ്റിംഗ്. പിറ്റേന്ന് വേണോ?